അരുവിക്കര നിയോജക മണ്ഡലത്തിലെ അരുവിക്കര ഡാം തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും ഒരു തീർത്ഥാടന കേന്ദ്രവുമാണ് സർ. തിരുവിതാംകൂർ ദേവസ്വത്തിന് കീഴിലുള്ള അതിപുരാതനവും ചരിത്ര പ്രശസ്തവുമായ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന നിലയിലും തിരുവനന്തപുരം ജില്ലയിൽ പ്രധാനപ്പെട്ട 5 കർക്കിടക വാവുബലി നടക്കുന്ന സ്ഥലം എന്നുള്ള നിലയിലും ശബരിമല തീർത്ഥാടകരുടെ ഇടത്താവളം എന്ന നിലയിലും വളരെയേറെ പ്രാധാന്യം ഉള്ള ഒരു സ്ഥലമാണ് അരുവിക്കര. തിരുവനന്തപുരം നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും കേരള വാട്ടർ അതോറിറ്റിയുടെ ഹെഡ് ഡിവിഷൻ ഓഫീസും സ്ഥിതി ചെയ്യുന്നതും അരുവിക്കരയിലാണ്. ഇത്തരത്തിൽ നിത്യേന ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പാലം, ഡാമിന് തൊട്ട് താഴെയായി സ്ഥിതി ചെയ്യുന്ന പാലം 5 മീറ്റർ വീതി മാത്രമുള്ള പാലമാണ്. ഇവിടെ ഈ റോഡിൻ്റെ ഈ പാലത്തിൻ്റെ ഇരു സൈഡിലും 12 മീറ്റർ വീതിയിലുള്ള റോഡുകളാണുള്ളത്. ഒരു സമയത്ത് 2 വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ആ പാലത്തിലുള്ളതുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും വലിയ ഗതാഗത കുരുക്കാണ് ആ പ്രദേശത്തുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ KSRTC ബസ്സുകളും അതുപോലെ തന്നെ KSRTC ബസ്സുകൾ, കുടിവെള്ള ടാങ്കറുകൾ, മറ്റ് യാത്രാ വാഹനങ്ങൾ തുടങ്ങിയവ നിത്യേന ധാരാളം കടന്നു പോകുന്ന മലയോര പ്രദേശങ്ങളെ നഗരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാതയാണ് ഈ അരുവിക്കര ഡാമിൻ്റെ സൈഡിലൂടെയുള്ള റോഡ്. അതുകൊണ്ട് ഈ പാലം, പുതിയ പാലം ചെയ്യുന്നതിന് വേണ്ടി 2 വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന നിലയിലുള്ള പുതിയ പാലം പണിയേണ്ടതാണ് സർ. അരുവിക്കര ജംഗ്ഷൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ ഇത് ഏറ്റവും അനിവാര്യമാണ്. ആരനാട് ഗ്രാമപഞ്ചായത്തിലെ ചൊക്കന്തീനിക്കടവ് പാലവും ഇതേ സ്ഥിതിയാണ്. ഇത് ആദിവാസി ജനവിഭാഗങ്ങൾക്ക് ആരനാട് ജംഗ്ഷനിലേക്കും നഗരത്തിലേക്കും കടന്നു പോകാൻ വേണ്ടിയുള്ള ഏക ആശ്രയമാണ്. ഈ പാലം, ചൊക്കന്തീനിക്കടവ് പാലം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ആദിവാസി ജനവിഭാഗങ്ങൾക്ക് വളരെയേറെ സഹായമായിരിക്കും. ഈ സാഹചര്യത്തിൽ ഈ 2 പാലങ്ങളും അടിയന്തരമായി പുതിയ പാലം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അരുവിക്കര മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കണമെന്ന് ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുന്നു. മിനിസ്റ്റർ ക്രക്സ് പറഞ്ഞാൽ മതി, ബാക്കി ടേബിൾ ചെയ്താൽ സർ. അരുവിക്കര നിയോജക മണ്ഡലത്തിലെ 2 പാലങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ബഹുമാന്യനായ MLA സബ്മിഷനിലൂടെ ഉന്നയിച്ചത്. അതിൽ ആര്യനാട്, ഈഞ്ചപ്പുരി പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചോക്കന്തേനിക്കടവ് പാലം നിർമ്മിക്കണം എന്ന ആവശ്യമാണ് ഒന്നാമത്തേത്. ഇതിനായി 10 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കിയിരുന്നു. അതോടൊപ്പം അരുവിക്കര ഡാമിന്റെ ഡൗൺ സ്ട്രീമിന് കുറുകെയുള്ള അരുവിക്കര പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭരണാനുമതി പ്രൊപ്പോസൽ വകുപ്പ് തയ്യാറാക്കിയിരുന്നു. ബന്ധപ്പെട്ട ഹെഡിൽ ബജറ്റിൽ ടോക്കൺ പ്രൊവിഷനാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ 2 പാല നിർമ്മാണ നിർദ്ദേശങ്ങളും തൽക്കാലം മാറ്റിവെക്കുകയാണ് അന്ന് ചെയ്തത്. എന്നാൽ ബഹുമാന്യനായിട്ടുള്ള MLA ശ്രീ G. സ്റ്റീഫൻ തുടർച്ചയായി ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട് സർ. അതുകൊണ്ട് തന്നെ ഈ പാലങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നതിനുള്ള പദ്ധതി നിർദ്ദേശം ധനകാര്യ വകുപ്പിന്റെ പരിഗണനയ്ക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നതാണ്.